ചെക്കൻ അങ്ങ് ഗൾഫില. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും സ്റ്റാറ്റസ് ഉള്ള പെണ്ണിനെ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പറച്ചിലായിരുന്നു ഇത്. നാട്ടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെക്കാൾ വില ഗൾഫിലെ ചെക്കന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു ട്രെൻഡിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കേരളത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് പല ട്രെൻഡുകളും മാറുന്നതിൽ ഒന്നാണിത്. 90s ആൻഡ് 80s കിഡ്സിനൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഗൾഫ് പയ്യൻ ട്രെൻഡിലെ വ്യത്യാസം. കാരണം ആ ട്രെൻഡിന്റെ ഒരു ഡിക്ലൈൻ നമ്മൾ കണ്ടറിഞ്ഞതാണ്. എന്തായിരിക്കും ഈ ട്രെൻഡ് മാറി മറിയാനുണ്ടായ കാരണം? നമുക്കൊന്ന് നോക്കിയാലോ. ഏതാണ്ട് 1970-കൾ മുതലാണ് തോന്നുന്നു ഗൾഫിലേക്കുള്ള മലയാളികളുടെ ഒഴുക്ക് തുടങ്ങിയത്. അക്കരെ കടന്നാൽ ജീവിതം മെച്ചപ്പെടുമെന്ന മലയാളികളുടെ പൊതുബോധം അക്കാലത്തെ സിനിമകളിലും നമുക്ക് കാണാൻ കഴിയും. കാലത്തിന്റെ കയ്യൊപ്പ് പോലെ അക്കാലത്തെ ഗൾഫ് ഭ്രമം കാണിച്ചു തന്ന സിനിമയാണ് 1984 ഇറങ്ങിയ അക്കരെ. അക്കരയിലെ നായകൻ ഒരു തഹസീൽദാറാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആൾ. എന്നാൽ പോലും അയാളുടെ ആ ചുറ്റുപാടിൽ അയാളുടെ ഭാര്യ അത്ര ഹാപ്പിയല്ല. കാരണം അന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വീട്ടിലുള്ളത്ര ലക്ഷറി തഹസീൽദാരുടെ വീട്ടിലില്ല. ഗൾഫുകാരന്റെ വീട്ടിൽ നല്ല നല്ല പെർഫ്യൂം, റേഡിയോ, TV തുടങ്ങിയ ആഡംബര വസ്തുക്കളുണ്ട്. ഗൾഫ് സാരി, ഗൾഫ് വസ്ത്രങ്ങൾ, സ്വർണം ഇതൊക്കെ കണ്ട് ഭ്രമം മൂത്ത ഭാര്യ തഹസീൽദാരെ എങ്ങനെയെങ്കിലും ഗൾഫിൽ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ തഹസീൽദാറായ നായകൻ ഗൾഫിൽ ജോലി കിട്ടാൻ തയ്യൽ പഠിക്കാൻ പോകുന്നതാണ് കഥ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഇത് സർവ്വസാധാരണമായിരുന്നു. ഉള്ള ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഗൾഫിൽ പോയി കുറച്ച് പുത്തനുണ്ടാക്കി തിരിച്ചു വരാമെന്ന് കരുതുന്നവർ, ടീച്ചർ ജോലിക്ക് ലീവ് എഴുതി കൊടുത്ത് ഗൾഫിൽ പോകുന്നവർ, ഗൾഫിൽ അതെന്ത് ജോലിയായിരുന്നാലും ഇവിടത്തേതിനേക്കാൾ പണം ഉണ്ടാക്കാം എന്നതായിരുന്നു ആ അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ കല്യാണാലോചന വരുമ്പോൾ ചെക്കൻ ഗൾഫിലാണെങ്കിൽ പിന്നെ ചെക്കന്റെ വിദ്യാഭ്യാസമൊന്നും ഒരു പ്രശ്നമല്ലാതെ പെണ്ണിനെ കെട്ടിച്ചു വിടുന്നത് ഒരു ട്രെൻഡായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. വിവാഹത്തിൽ സാമ്പത്തിക ഭദ്രത ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾ പ്രവാസികളാണെങ്കിലും ഇനി അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് വരുമാനം കൊണ്ട് മാത്രം സാമ്പത്തിക ഭദ്രത ഉണ്ടാകില്ല. കാരണം ഇന്ന് ഹോസ്പിറ്റൽ ചെലവൊക്കെ കൂടുതലായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മതി പ്രവാസികൾ അതുവരെ സമ്പാദിച്ചതിന്റെ വലിയൊരു പങ്ക് ഇല്ലാതാകാൻ. അതുപോലെ പ്രവാസികളുടെ നാട്ടിലുള്ള പേരൻസിന് അസുഖങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടി നാട്ടിൽ നിന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് നല്ലതായിരിക്കും. വളരെ കുറഞ്ഞ പൈസയ്ക്ക്, അതായത് മാസം 800 to 1000 രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകൾ ഇപ്പോൾ ഉണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്കിൽ പോയാൽ അത്തരത്തിലുള്ള ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടിൽ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. മാത്രമല്ല വിദേശത്തേക്കാൾ 35% വരെ കുറഞ്ഞ ചെലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ കിട്ടും. ഒപ്പം പാരന്റ്സിന്റെ ലാബ് ടെസ്റ്റ്, ഡോക്ടർ അപ്പോയിന്റ്മെന്റ് അതൊക്കെ ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും ബുക്ക് ചെയ്യാൻ പറ്റും. ക്ലെയിം സംബന്ധിച്ച എല്ലാ സഹായത്തിനുമായി ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പ്രവാസികൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 1977 ഇറങ്ങിയ നാടോടിക്കാറ്റിൽ നാട്ടിലെ തൊഴിലില്ലായ്മയും ഗൾഫ് മോഹവും കാണിക്കുന്നുണ്ട്. ഗഫൂർ കാ ദോസ്ത് എന്ന ഡയലോഗ് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കോമഡിയായി മാറിയതും നമ്മൾ കണ്ടതാണ്. പിന്നെ എപ്പോഴാണ് ഈ ഗൾഫ് ഡ്രീമിന് മങ്ങലേറ്റ് തുടങ്ങിയത്? നമ്മുടെ തൊഴിലില്ലായ്മ കാലഘട്ടത്തിൽ ഗൾഫ് ഡ്രീം ഇങ്ങനെ തിളങ്ങി നിന്നിരുന്നു. എന്നാൽ പിന്നീട് ആ എക്കണോമിക് റിയാലിറ്റി പതുക്കെ മാറാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ജോലിക്ക് ഒരു വിലയൊക്കെ വന്നു. ശമ്പളം തട്ടിച്ചു നോക്കുമ്പോൾ, സ്ഥിരത വെച്ച് നോക്കുമ്പോഴൊക്കെ നാട്ടിലെ ഗവൺമെന്റ് ജോലി മെച്ചപ്പെട്ടതായി അനുഭവപ്പെടാൻ തുടങ്ങി. തൊഴിലില്ലായ്മയുടെ ആ രൂക്ഷവശം മെല്ലെ മാറാൻ തുടങ്ങി. കേരളവും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഫിനാൻഷ്യൽ ഗ്യാപ്പ് ചെറുതാക്കാൻ തുടങ്ങി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി. അതിന്റെ ഒരു പ്രധാന കാരണം ഗൾഫിൽ നിന്നുള്ള പ്രവാസികൾ അയക്കുന്ന പണം തന്നെയായിരുന്നു. ഒപ്പം ഗൾഫിലെ ജീവിതം, അവിടുത്തെ ലോൺലിനെസ്, ഫാമിലിയെ കൂടെ കൂട്ടാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഗൾഫ് ജോലികളോടുള്ള ഭ്രമം ക്രമേണ കുറച്ചു വന്നു. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു വിവാഹത്തിന് അന്ന് സ്ത്രീകൾ തയ്യാറായതുപോലെ ഇന്ന് അവർ തയ്യാറാവാൻ റെഡി അല്ല എന്ന അവസ്ഥ വന്നു. ഒരുമിച്ച് ഒരു ബെറ്റർ ലൈഫ് എന്നതായി ഇന്നത്തെ സ്ത്രീകളുടെ ആവശ്യം. കാരണം ഇന്ന് സ്ത്രീകൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആണ്. അവർക്ക് ഹസ്ബൻഡിനൊപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതിന് പറ്റിയ സ്ഥലങ്ങൾ യൂറോപ്പ്, UK ഒക്കെ ആണെന്ന ബോധ്യമുണ്ടായപ്പോൾ സ്ത്രീകൾ തന്നെ സ്വന്തമായി കരിയർ ഉണ്ടാക്കാനും ജീവിതം തുടങ്ങാനും അത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യാം, എല്ലാം കൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷനായി ഈ സ്ഥലങ്ങൾ അവർക്ക് തോന്നുന്നത് സ്വാഭാവികം. ലോങ് ഡിസ്റ്റൻസ് മാരേജ് എന്ന പേരിൽ സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹത്തിനില്ല, സ്ത്രീകൾക്കുമില്ല എന്നൊരു സ്ഥിതി വന്നു. ഇന്നത്തെ ജനറേഷൻ ഫ്രീഡത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരാണ് എന്നതും ഗൾഫ് ഡ്രീമിന് മങ്ങലേൽക്കാനുള്ള ഒരു കാരണമാണ്. യൂറോപ്പ്, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ കുറച്ചുകൂടി ഇക്വാലിറ്റിയും ഇൻഡിപെൻഡൻസും ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ കാഴ്ചപ്പാട് മാറി. കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിക്കുക എന്നതിൽ നിന്നും ഉള്ള ജീവിതം ഹാപ്പിയായി ജീവിച്ചു തീർക്കുക എന്നതിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കുക, നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുക എന്നതിനൊക്കെയാണ് ഇന്ന് മുൻതൂക്കം. പഴയ കാലത്തെ ത്യാഗം, സഫറിംഗ് ഒക്കെ ഇന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പത്തേമാരി സിനിമയിലെ ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന കാര്യങ്ങളാണ്. ഇനിയും ഒരു ജീവിതമുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ എന്തോ ആണ് ആ ഡയലോഗ്. സത്യത്തിൽ അത് ആ പ്രവാസി കഥാപാത്രത്തിന്റെ ഒരു നിസ്സഹായതയിൽ നിന്ന് വരുന്ന ഒരു വർത്തമാനമായാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. വേറൊരു പോയിന്റ്, പണ്ട് ഗൾഫിൽ നിന്ന് വരുന്നവരിൽ പലരും അവരുടെ അവിടുത്തെ കഷ്ടപ്പാടുകൾ നാട്ടിൽ വന്ന് അധികം പറയാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ പറയാതിരിക്കുന്നതിന് പുറകിൽ
പല കാരണങ്ങളുണ്ടായിരുന്നിരിക്കാം. ഒന്ന്, അത് പറഞ്ഞ് വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്നതായിരിക്കാം. വേറൊന്ന്, ഗൾഫിലാണ് ജോലി എന്ന് പറഞ്ഞു കിട്ടുന്ന ആ പത്രാസ് അവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ എന്തായാലും കൂടുതൽ ആളുകൾ ഗൾഫിലേക്ക് പോയതോടെ അവിടെ ജോലിക്കായി പോകുമ്പോഴുള്ള മറ്റു പ്രശ്നങ്ങളും എല്ലാവരും അറിയാൻ തുടങ്ങി. അതും കല്യാണ മാർക്കറ്റിൽ ഗൾഫിലെ പയ്യന്മാർക്ക് ഒരു ഇടിവ് വരുത്തി കാണണം. സത്യത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. കൂടുതൽ ആളുകൾ അവിടേക്ക് പോകുന്തോറും ആ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. ആർക്കറിയാം, ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇന്ന് കല്യാണ മാർക്കറ്റിലെ ഗൾഫ് പ്രവാസികളുടെ വില ഇടിഞ്ഞതുപോലെ വെസ്റ്റിലെ പ്രവാസികളുടെ വിലയും ഇടിഞ്ഞേക്കാം. പിന്നെ പല വെസ്റ്റേൺ രാജ്യങ്ങളിലും കുറച്ച് വർഷങ്ങൾ ജീവിച്ചാൽ അവിടുത്തെ സിറ്റിസൺ ആകാം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ അതിന് സാധിക്കാത്തത് പണ്ടത്തെ അപേക്ഷിച്ച് വിസ റൂൾസ് കൂടുതൽ സ്ട്രിക്റ്റ് ആയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഗൾഫ് ഒരു വല്ലാത്ത ഡ്രീമായി നമ്മുടെ ആളുകളിൽ നിലനിൽക്കാത്തതിന്റെ പൂർണ്ണമായ ഉത്തരം നമുക്ക് കിട്ടും. ഇതിനർത്ഥം ഗൾഫ് എന്ന സ്വപ്നം പൂർണ്ണമായും അവസാനിച്ചു എന്നല്ല. ഇന്നും അത് തന്നെയാണ് പലരുടെയും സ്വപ്നം. പക്ഷെ ഒരു കാലത്ത് നമുക്ക് അത് മാത്രമായിരുന്നു രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴിയെങ്കിൽ ഇന്ന് മറ്റനേകം വഴികളിൽ ഒന്ന് മാത്രമാണ് ഗൾഫ്. ഗൾഫിലെ സാധാരണ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് ഇന്ന് പെണ്ണ് കിട്ടുന്നില്ല എന്നൊരവസ്ഥ കൂടി വന്നിട്ടുണ്ട്. കാരണം അവിടെയും ഇവിടെയുമായുള്ള ഏകാന്ത ജീവിതത്തിന് ഇന്നത്തെ പെൺകുട്ടികൾ തയ്യാറല്ല. അന്ന് അതല്ലാതെ വേറെ ചോയ്സ് ഒന്നും സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. സർവൈവൽ മാത്രമാണ് ജീവിതമെന്ന് കരുതിയിരുന്ന ഒരു തലമുറയായിരുന്നു. ഇന്ന് കഥ മാറി. അപ്പൊ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികൾക്ക് നാട്ടിൽ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കുമൊക്കെയായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ എടുത്തു വെക്കുന്നത് എന്തായാലും നല്ലതാണ്. 25% വരെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.